ഇന്നലെ മുതൽ തിങ്കളാഴ്ച മുതൽ അന്നദാനം ഉറപ്പ്. ഇതായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. പിന്നീട് അദ്ദേഹം മാറ്റി പറഞ്ഞു, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചൊവ്വാഴ്ച മുതൽ അന്നദാനം റെഡി. ഇപ്പോൾ ഇന്ന് ചൊവ്വയായി ഒന്നും നടന്നില്ല. എന്തുകൊണ്ടാണ് നടക്കാത്തത്? രണ്ട് ബോർഡ് മെമ്പർമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീരുമാനം അറിഞ്ഞില്ലത്രേ. ഇക്കണ്ട മാധ്യമങ്ങളിൽ മുഴുവൻ വാർത്തയായിട്ടും ബോർഡ് പ്രസിഡന്റുമാർ ഇത് അറിഞ്ഞില്ല എന്ന്. എന്തായാലും ഈ ഒരു ചെരിപ്പൊരു കാരണം നഷ്ടം വീണ്ടും ഭക്തർക്ക് തന്നെ. ഭക്തർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു വലിയ സദ്യയൊന്നും. പക്ഷേ ദേവസ്വം ബോർഡ് പറഞ്ഞ കാര്യം പോലും നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അരുൺ കൊടുങ്ങൂർ തത്സമയം ചേരുകയാണ്. അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ്. ഈ വിഷയത്തിൽ എത്രത്തോളം വലിയ കെടുകാര്യസ്ഥതയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാർ ചുമതലയേറ്റതിന് ശേഷം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ. ഭഗവാന്റെ മുന്നിലേക്ക് എത്തുന്ന ഭക്തർക്ക് ഈ അന്നദാന മണ്ഡപത്തിൽ വെച്ച് കൃത്യമായി തന്നെ സദ്യ നൽകുമെന്നുള്ള ഒരു കാര്യമാണ്. അന്നദാന സദ്യ എന്നാണ് അദ്ദേഹം അതിന് പേരിടുകയും ചെയ്തിരുന്നത്. അത്ര സദ്യ നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് മുതൽ തന്നെ ആ സദ്യ നൽകുമെന്നുള്ള ഒരു കൃത്യമായ പ്രഖ്യാപനമായിരുന്നു നടത്തിയത്. അതിന് മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി അദ്ദേഹം കൃത്യമായി തന്നെ ഈ കഴിഞ്ഞ ദിവസം സന്നിധാനത്തെത്തി ഇതിന് വേണ്ട ക്രമീകരണങ്ങൾ, വേണ്ട നടപടികൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ആലോചിച്ച് ദേവസ്വം ബോർഡ് അടക്കം ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇലയിൽ വേണ്ട, പ്ലേറ്റിൽ മതി ഇത്തരത്തിൽ സദ്യ നൽകുന്ന ഒരു തീരുമാനം എന്നുള്ള ഒരു കാര്യമൊക്കെ തന്നെ എടുത്തുകൊണ്ട് ഈ സന്നിധാനത്ത് നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്ക് എത്തി. ആ സമയത്താണ് വലിയ രീതിയിലൊരു വിവാദം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ ദേവസ്വത്തിൻ്റെ 2 മെമ്പർമാർ, 3 പേരാണ് നിലവിൽ ഭരണസമിതിയിലുള്ളത്. ദേവസ്വം പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ 2 മെമ്പർമാർ, ഒരു CPIയുടെ പ്രതിനിധി, ഒരു CPMന്റെ പ്രതിനിധി. ഈ 2 മെമ്പർമാരും ഒരുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വലിയ വിമർശനവുമായി ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത്. പ്രസിഡന്റ് ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത്തരത്തിൽ ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ അത് ദൂരവ്യാപകമായുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് കൃത്യമായി തന്നെ പാർട്ടി നേതൃത്വങ്ങൾക്കും ഈ വിഷയങ്ങളിൽ കൃത്യമായ ഒരു മറുപടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് ഒരു വലിയ പാർട്ടി നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടലിലേക്കൊക്കെ തന്നെ വന്നിരിക്കുന്നത്. എന്തായാലും 5-ാം തീയതി ദേവസ്വം ബോർഡ് യോഗം ചേരും. ഈ യോഗത്തിൽ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും. മെമ്പർമാരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അതിനുശേഷം മാത്രം ഈ ഒരു സദ്യ എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക്, അന്നദാന സദ്യ എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് പോയാൽ മതി എന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സദ്യ പോലും മേരാവണ്ണം അതൊന്നുപോലും ഇലയിട്ടൊരു സദ്യ പോലും കൊടുക്കാൻ പറ്റാത്ത അത്ര വീഴ്ചയും കെടുകാര്യസ്ഥിതിയും ഏകോപനമില്ലായ്മയുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിക്കുള്ളത്. അങ്ങനെ കൂടി വ്യാഖ്യാനിക്കണ്ടേ? തീർച്ചയായും അത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ഇനി തുടങ്ങി. അത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്കൊക്കെ തന്നെ പോവുകയാണ്. ആ ഒരു സമയത്ത് കൃത്യമായി തന്നെ വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ അത് എത്രത്തോളമാണ് ശബരിമലയെ ബാധിച്ചിട്ടുള്ളതെന്ന് നമ്മൾ തുടക്ക ദിവസങ്ങളിൽ കണ്ടതാണ്. തിരക്ക് നിയന്ത്രണങ്ങളിൽ അടക്കം അത് പാളിപ്പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഇനി ഏറ്റവും കൂടുതൽ വിവിധ വകുപ്പുകൾ മാത്രമല്ല ദേവസ്വം ബോർഡിൽ ഒത്തൊരുമയില്ലായ്മ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ വലിയ വിലങ്ങുതടിയാവും, വെല്ലുവിളിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുതന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു വലിയ രാഷ്ട്രീയ പോരിലേക്ക് തന്നെ ഈ ഒരു വിഷയം മാറുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രഖ്യാപിച്ച ആ ഒരു തീരുമാനം അത് നടപ്പായില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ പേരിലുണ്ടായ ആ പടലപ്പിണക്കങ്ങൾ, അതോടൊപ്പം തന്നെ പ്രതിസന്ധികൾ, അത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിഷയമായി മാറുകയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തായാലും CPIയുടെയും CPMന്റെയും പ്രതികളായിട്ടുള്ള മെമ്പർമാർ അത് ആ രീതിയിലേക്ക് കൃത്യമായി ഈ വിഷയത്തെ എടുക്കുകയും ഇനി ഇത്തരത്തിൽ ഏകപക്ഷീയമായ തീരുമാനവുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, അത് പാർട്ടി നേതൃത്വത്തെ കൃത്യമായി അറിയിച്ചുകൊണ്ട് കൂട്ടായുള്ള ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനങ്ങളിലൂടെ മാത്രമേ നടപ്പാക്കാനാകൂ എന്നുള്ള ഒരു കൃത്യമായ ഒരു തിട്ടൂരം അല്ലെങ്കിൽ കൃത്യമായ ഒരു നടപടി അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മേൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ശ്യാമ, യെസ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞത് നിസ്സാരമായ കാര്യങ്ങൾ പോലും നടപ്പിലാക്കാൻ കഴിയാത്ത അത്ര കെടുകാര്യസ്ഥതയിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോയി എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച ആദ്യം സദ്യ വിളമ്പെന്ന് പറഞ്ഞു, അതുപോട്ടെ,
അത് നടന്നില്ലെന്ന് പറയുന്നു. വീണ്ടും ചൊവ്വാഴ്ച. വളരെ പ്രധാനപ്പെട്ട താരതമ്യേന തീർത്തും നിസ്സാരമായൊരു തീരുമാനം പോലും കൈക്കൊള്ളാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കഴിയുന്നില്ല. രാഷ്ട്രീയ രീതിയിലുള്ള ചില ഇടപെടൽ ഈ വിഷയത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നത് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയാണിത്.